ഡൽഹിയുടെ ശപിക്കപ്പെട്ട കഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. തുഗ്ലക് രാജവംശത്തിലെ പ്രസിദ്ധ രാജാവായ ഗിയാസുദ്ദീൻ തുഗ്ലക് ഡൽഹി ഭരിച്ചിരുന്ന കാലഘട്ടം. അന്ന് അദ്ദേഹം ഒരു പുതിയ നഗരം പണി കഴിക്കാൻ തീരുമാനിച്ചു. തുഗ്ലക്കാബാദ് എന്നായിരുന്നു ആ നഗരത്തിന് അദ്ദേഹം പേര് നൽകിയിരുന്നത്. ഈ സമയം ഡൽഹിയിലെ പ്രസിദ്ധ സൂഫിയായ നിസാമുദ്ദീൻ ഔലിയ തന്റെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു പടിക്കിണർ പണിയാൻ ആരംഭിച്ചു. പക്ഷേ ധിക്കാരിയായ സുൽത്താൻ തന്റെ കോട്ടയുടെ പണിക്ക് മാത്രമാണ് ഡൽഹിയിലെ എല്ലാ ജോലിക്കാരും പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് പകൽ സുൽത്താന് വേണ്ടിയും രാത്രി തന്റെ പ്രിയനായ സൂഫിക്ക് വേണ്ടിയും ജനങ്ങൾ പണിയെടുക്കാൻ ആരംഭിച്ചു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സൂഫിയുടെ പണിസ്ഥലത്തേക്കുള്ള വിളക്കെണ്ണ നിരോധിച്ചു. സുൽത്താന്റെ ആക്രമണത്തിന് സഹിക്കട്ട സൂഫി ആ നഗരത്തെ കാടുകയറി പോകട്ടെ എന്ന് ശപിച്ചു എന്നാണ് പറയുന്നത്. ഇത് കഥയോ വിശ്വാസമോ? ഇന്നും തുഗ്ലക്കാബാദ് ഡൽഹിയുടെ ആളൊഴിഞ്ഞ ശപിക്കപ്പെട്ട നഗരമായി